പ്രൈസ് ഗോഡ്. ആവേ മരിയ. ശരിക്കും ഉണ്ടല്ലോ, ഈശോയ്ക്ക് നമ്മളിൽ നിന്നൊക്കെ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ഈശോയ്ക്ക് നമ്മളിൽ നിന്ന് കേൾക്കാൻ, നമ്മളിൽ നിന്ന് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? വേറെ ഒന്നുമല്ല, അത്രേ ഉള്ളൂ. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണേ. ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയൊരു സിറ്റുവേഷൻ. അത് ഞാൻ കുറച്ച് എൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഈശോ വേദനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ചെന്നിപ്പോൾ അപ്പോൾ ഞാൻ തുടങ്ങും തൊട്ടേ ഞാനിങ്ങനെ ഈശോ പറയും, ഈശോയെ എനിക്കിങ്ങനെ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണേ ഞാനിങ്ങനെ പറയുക. അപ്പം അത് ഞാനെപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് ഈശോയെ സ്വീകരിച്ച് കഴിഞ്ഞ ആ സമയത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഞാൻ ഈശോയെ ഹൃദയത്തിലോട്ട് സ്വീകരിക്കത്തുള്ളേ. അപ്പോൾ ഞാനിങ്ങനെ ഈശോയെ നാവിൽ സ്വീകരിച്ച് ഈശോ നാവിൽ എഴുന്നള്ളി വന്നിരിക്കുമ്പം ഞാനിങ്ങനെ ഈശോയോട് പറയും, ഈശോയെ എനിക്കിങ്ങനെ പറ്റിപ്പോയി, ക്ഷമിക്കണേ, ഞാനിങ്ങനെ വേദനിപ്പിച്ചല്ലോ, സോറി എന്നൊക്കെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് പറയും. പുള്ളിയിൽ നിന്നിങ്ങനെ എന്നോട് ഈശോ പറയുക, അതായത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതുവരെയും പറഞ്ഞില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞേ, എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു പ്രേരണ കിട്ടി. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഈശോയെ എനിക്കിതിന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിതിൻ്റെ ജീവനാണ്, എനിക്കിതിന് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ഈശോയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ണടച്ച് എനിക്ക് സങ്കടം വരുന്നുണ്ട്, കണ്ണീര് വരുന്നുണ്ട്, ഭയങ്കര ഒരു ഇത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. ഞാനിങ്ങനെ കാണുക, ഈശോ ഇങ്ങനെ തുള്ളിച്ചാടുക. ഞാനിങ്ങനെ പറഞ്ഞ ആ സെക്കൻഡ് ഈശോ ഇങ്ങനെ തുള്ളിച്ചാടുക. അപ്പം ആ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ പറഞ്ഞ സെക്കൻഡിൽ എൻ്റെ ആ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വിഷമോ ഭാരോ ഒക്കെ എടുത്ത് മാറ്റി, ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പോയ പോലെ എനിക്ക് തോന്നിയേ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ന് തൊട്ട് ഞാൻ എന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചാലും ഈശോ നാവ് വന്നിരിക്കുമ്പോൾ ഞാൻ ആദ്യം പറയുന്നൊരു കാര്യമാണ്, ഈശോയെ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിതിനെ ജീവനാണ്. ഞാൻ ഇങ്ങനെ ഈശോയെ കൂടുതൽ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈശോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ വിശുദ്ധ നമ്മുടെ ആവിലായിലെ അമ്മ ത്രേസ്യയോട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഈ ലോകത്തെ വീണ്ടും സൃഷ്ടിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള കാര്യം. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മളെപ്പോഴും ഒന്നും ചെയ്യണ്ട, വെറുതെ നമുക്ക് ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എന്നെ പാടിയിരിക്കണേ. അതിന് എപ്പോഴെങ്കിലും സമയവും കാലവും ഉണ്ടോ? നമുക്ക് എപ്പോഴും മനസ്സിൽ പറയാം, ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഈശോയോട് പറയാം, ഈശോ ഞാൻ അതിനെ സ്നേഹിക്കുന്നു, എപ്പോൾ വേണേലും പറയാവുന്ന കാര്യമാണ്. ഈശോ അത് ഭയങ്കരമായിട്ട് നമ്മളിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഈശോയ്ക്ക് നമ്മളിന്ന് അത് മാത്രം കേൾക്കാൻ വേണ്ടി ഈശോ ഇങ്ങനെ കാത്തിരിക്കുക. അപ്പം നമുക്കും ഇനി ഈശോയോട് പറയാം, ഈശോയെ ഞാൻ അതിനെ സ്നേഹിക്കുന്നു എന്ന് ഹൃദയത്തിൽ നമുക്ക് പറയാം.